താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന നടി ശ്വേതാ മേനോനെതിരെ അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചെന്ന കേസ്. മാർട്ടിൻ മേനാച്ചേരി എന്നയാൾ നൽകിയ പരാതിയിൽ എറണാകുളം CJM കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സെൻട്രൽ പോലീസ് കേസെടുത്തത്. IT നിയമത്തിലെ 67A വകുപ്പ് പ്രകാരവും അനാശാസ്യ പ്രവർത്തന നിരോധന നിയമപ്രകാരവുമാണ് കേസ്. അശ്ലീല രംഗങ്ങൾ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരാതിയിലുള്ളത്. അമ്മയുടെ ഭാരവാഹി തിരഞ്ഞെടുപ്പ് ഈ മാസം 15-ന് നടക്കാനിരിക്കെ ഉയർന്നുവരുന്ന ഒട്ടേറെ വിഷയങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ശ്വേതയ്ക്കെതിരെയുള്ള കേസ്. നടൻ ജഗദേഷ് പിന്മാറിയതോടെ ശ്വേതാ മേനോൻ സംഘടനയുടെ പ്രസിഡന്റാകാൻ സാധ്യത വർദ്ധിച്ച സാഹചര്യത്തിലാണ് കേസ് എന്നതും പ്രധാനമാണ്. ശ്വേതയും നടൻ ദേവനുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. മത്സരം മുറുകുന്നതിനിടെയാണ് മുൻപ് അഭിനയിച്ച സിനിമകളിലെ രംഗങ്ങളുടെ പേരിൽ ശ്വേതയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് ശ്വേത പണം സമ്പാദിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ശ്വേതാ മേനോൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളും പരസ്യചിത്രങ്ങളുമൊക്കെയാണ് ഇത്തരമൊരു ആരോപണത്തിന് അടിസ്ഥാനമായി പറയുന്നത്. കാമസൂത്ര പരസ്യം, പലേരി മാണിക്യം, രതിനിർവേദം, കളിമണ്ണ് തുടങ്ങിയ സിനിമകൾ എന്നിവയിൽ ശ്വേതാ മേനോൻ ഇന്റിമേറ്റ് ആയി അഭിനയിച്ചിട്ടുണ്ടെന്നും അതിലെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലും വെബ്സൈറ്റുകളിലുമൊക്കെ പ്രചരിക്കുന്നു എന്നിങ്ങനെയാണ് ആരോപണങ്ങൾ. നേരത്തെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാനിരുന്ന നടൻ ബാബുരാജ് തനിക്കെതിരെ ലൈംഗികാതിക്രമ കേസുള്ള സാഹചര്യത്തിൽ മത്സരത്തിൽ നിന്നും പിന്മാറിയിരുന്നു. ബാബുരാജ് പിന്മാറണം എന്ന ആവശ്യം ശക്തമായ സാഹചര്യത്തിലായിരുന്നു നടപടി. നിലവിൽ കുക്കു പരമേശ്വരൻ, രവീന്ദ്രൻ എന്നിവരാണ് ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് മത്സരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ മെഡിസെപ്പ് 2ാം ഘട്ടത്തിന് മന്ത്രിസഭായോഗം അനുമതി നൽകി. 2ാം ഘട്ടത്തിൽ അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷ 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി ഉയർത്തും. 41 സ്പെഷ്യാലിറ്റി ചികിത്സകൾക്കായി 2100-ലധികം ചികിത്സാ പ്രക്രിയകൾ അടിസ്ഥാന ചികിത്സാ പാക്കേജിൽ ഉൾപ്പെടുത്തും. പോളിസി കാലാവധി നിലവിലുള്ള 3 വർഷത്തിൽ നിന്നും 2 വർഷമായി കുറയ്ക്കും. 2ാം വർഷം പ്രീമിയം നിരക്കിലും പാക്കേജ് നിരക്കിലും വർധനമുണ്ടാകും. മെഡിസെപ്പ് 1ാം ഘട്ടത്തിൽ കെറ്റാസ്ട്രോഫിക് പാക്കേജിൽ ഉൾപ്പെടുത്തിയിരുന്ന 2 ചികിത്സകൾ, കാർഡിയാക് റീസിൻക്രോണൈസേഷൻ തെറാപ്പി വിത്ത് ഡിഫ്രിബിലേറ്റർ 6 ലക്ഷം, ICD ഡ്യുവൽ ചേംബർ 5 ലക്ഷം എന്നിവ ഒഴിവാക്കിയിരുന്നു. ഇതുകൂടി അധിക പാക്കേജിൽ ഉൾപ്പെടുത്തും. കാൽമുട്ട് മാറ്റിവയ്ക്കൽ, ഇടുപ്പെല്ല് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയകൾ അടിസ്ഥാന ബെനിഫിറ്റ് പാക്കേജിൽ ഉൾപ്പെടുത്തും. പദ്ധതിയിൽ 10 ഇനം ഗുരുതര അവയവമാറ്റ രോഗ ചികിത്സാ പാക്കേജുകൾ ഉണ്ടാകും. ഇതിന് ഇൻഷുറൻസ് കമ്പനി 2 വർഷത്തേക്ക് 40 കോടി രൂപയുടെ കോർപ്പസ് ഫണ്ട് നീക്കിവയ്ക്കണം. അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷയുടെ 1% വരെ മുറി വാടക പ്രതിദിനം 5000 രൂപ, സർക്കാർ ആശുപത്രികളിൽ പേ വാർഡ് വാടക പ്രതിദിനം 2000 രൂപ വരെ. സംസ്ഥാനത്തെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബോർഡുകൾ, കോർപ്പറേഷനുകൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ, സഹകരണ മേഖല എന്നിവയിലെ ESI ആനുകൂല്യം ലഭ്യമല്ലാത്ത ജീവനക്കാരെയും പെൻഷൻകാരെയും മെഡിസെപ്പ് 2ാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തുന്നതിന് തത്വത്തിൽ അംഗീകാരം നൽകി. മെഡിസെപ്പ് 1ാം ഘട്ടത്തിൽ സാങ്കേതിക യോഗ്യത നേടിയ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികളെ മാത്രം 2ാം ഘട്ടം ടെൻഡറിംഗ് നടപടികളിൽ പങ്കെടുപ്പിക്കും. നോൺ എംപാനൽഡ് ആശുപത്രികളിലെ അടിയന്തര സാഹചര്യങ്ങളിലെ ചികിത്സകൾക്ക് റീഇംബേഴ്സ്മെന്റ് അനുവദിക്കുന്ന വ്യവസ്ഥയിൽ നിലവിലുള്ള 3 ചികിത്സകൾ, ഹൃദയാഘാതം, പക്ഷാഘാതം, വാഹനാപകടം കൂടാതെ 10 ചികിത്സകൾ കൂടി ഉൾപ്പെടുത്തും. തുടർച്ചയായി ചികിത്സ തേടേണ്ട ഡേ കെയർ പ്രൊസീജറുകളായ ഡയാലിസിസ്, കീമോതെറാപ്പി എന്നിവയ്ക്ക് ഇൻഷുറൻസ് പോർട്ടലിൽ 1 ടൈം രജിസ്ട്രേഷൻ അനുവദിക്കും. ഒരേ സമയം സർജിക്കൽ മെഡിക്കൽ പാക്കേജുകൾ ക്ലബ് ചെയ്ത് അംഗീകാരം നൽകും. പ്രീ ഹോസ്പിറ്റലൈസേഷൻ, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ യഥാക്രമം 3-5 ദിവസങ്ങൾ എന്നിങ്ങനെ ലഭ്യമാക്കും. ജില്ലാതലം, സംസ്ഥാനതലം, അപ്പലേറ്റ് അതോറിറ്റി എന്നിങ്ങനെ ത്രിതല പരാതി പരിഹാര സംവിധാനം നിലവിൽ വരും. ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിനായി മെഡിസെപ്പ് കാർഡിൽ QR കോഡ് സംവിധാനം ഉൾപ്പെടുത്തും. കരാറിൽ നിന്നും വ്യതിചലിക്കുന്ന ആശുപത്രികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്ന തരത്തിലുള്ള SOP ഇൻഷുറൻസ് കമ്പനി തയ്യാറാക്കണം. അധിക ബിൽ ഈടാക്കുക തുടങ്ങിയ സ്വകാര്യ ആശുപത്രിയിൽ നിന്നുള്ള ചൂഷണങ്ങൾ നിയന്ത്രിക്കുന്നതിന് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് അതോറിറ്റിയുടെ സേവനം കൂടി ഉപയോഗപ്പെടുത്തും. വെളിച്ചെണ്ണ വില ലിറ്ററിന് 500 രൂപയ്ക്ക് മുകളിലായതോടെ വിപണിയിൽ പിടിമുറുക്കി വ്യാജന്മാർ. 350 രൂപയ്ക്ക് വരെ ലഭിക്കുന്ന വ്യാജ വെളിച്ചെണ്ണകൾ ഓണം ലക്ഷ്യമിട്ടാണ് വിപണിയിലെത്തിയത്. ഇതേ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന കടുപ്പിച്ചു.
പേരില്ലാതെ കുപ്പികളിൽ നിറച്ച് വിൽക്കുന്നതും വ്യാപകമാണ്. വെളിച്ചെണ്ണയിൽ പാമോയിലും മറ്റു വിലകുറഞ്ഞ എണ്ണകളും കലർത്തിയാണ് വ്യാജന്മാരെ നിർമ്മിക്കുന്നത്. കേര ഫിഡിന്റെ കേരള വെളിച്ചങ്ങളോട് സാമ്യമുള്ള പാക്കറ്റുകളിലും വ്യാജന്മാരെത്തുന്നുണ്ട്. കേരള നാട്, കേരള ശുദ്ധി, കേരള സുഗന്ധി തുടങ്ങിയ പേരുകളിലാണ് വ്യാജന്മാർ. ഇതിൽ കേരള എന്നതുമാത്രം വലുപ്പത്തിലെഴുതിയാണ് തട്ടിപ്പ്. അതേസമയം കൊപ്രയ്ക്ക് 280 രൂപയായതിനാൽ വെളിച്ചെണ്ണ 500 രൂപയിൽ കുറഞ്ഞു വിൽക്കാനാകില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഓപ്പറേഷൻ നാളികേര 7 സ്ഥാപനങ്ങൾക്ക് പിഴ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് 2 ആഴ്ച മുമ്പ് ഓപ്പറേഷൻ നാളികേര എന്ന പേരിൽ 980 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. വെളിച്ചെണ്ണ നിർമ്മാണ യൂണിറ്റുകളും മൊത്ത ചില്ലറ വ്യാപാര കേന്ദ്രങ്ങളിലുമായിരുന്നു പരിശോധന. 161 സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളുകളും 277 സർവേലൻസ് സാമ്പിളുകളും പരിശോധനയ്ക്കയച്ചു. ഈ ആഴ്ച ഫലം ലഭിക്കും. 25 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. 7 സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിനുള്ള കൗമ്പൗണ്ടിംഗ് നോട്ടീസ് നൽകി. വെളിച്ചെണ്ണയുടെ ഗുണനിലവാരത്തിൽ സംശയമുണ്ടെങ്കിൽ ഭക്ഷ്യസുരക്ഷാ പരാതി ടോൾ ഫ്രീ നമ്പറായ 1800-425-1125 അറിയിക്കാം. 90 തൊട്ട് തേങ്ങാവില. വെളിച്ചെണ്ണ വില ലിറ്ററിന് 500 രൂപ പ്ലസ്. തേങ്ങാവില കിലോയ്ക്ക് 90. കൊപ്രവില കിലോയ്ക്ക് 280. മില്ലുകളിലെ വെളിച്ചെണ്ണയ്ക്ക് 450. മായം ചേർത്ത വെളിച്ചെണ്ണ വിപണിയിലെത്താവുന്ന സാഹചര്യം കണക്കിലെടുത്താണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകൾ കർശനമാക്കിയത്. മായ വെളിച്ചെണ്ണയ്ക്കെതിരെ ജനം ജാഗ്രത പാലിക്കണം. വെളിച്ചെണ്ണയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ നിർമ്മാതാക്കളും കച്ചവടക്കാരും ശ്രദ്ധിക്കണം. വീണ ജോർജ്, ആരോഗ്യമന്ത്രി. ഭരണത്തിൽ ഹാട്രിക് തികയ്ക്കാൻ VS തരംഗം വീണ്ടും ഉയർത്താൻ CPM. ആലപ്പുഴയിലെ മണ്ഡലങ്ങളിലൊന്നിൽ VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതും പരിഗണനയിലുണ്ട്. VSനോട് പാർട്ടി അനീതി കാട്ടിയ എന്ന ചർച്ചകളെ അപ്രസക്തമാക്കാനും VS അനുകൂലികളെ ചേർത്തു നിർത്താനും ഇതുപകരിക്കുമെന്നാണ് CPMലെ ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തലെന്ന് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു. VSന്റെ ജനപ്രീതിയിൽ CPM വീണ്ടും വിശ്വാസമർപ്പിക്കാനാണ് ഇത്. പല ഘടകകക്ഷികളുടെയും സീറ്റുകൾ വിജയസാധ്യത തിരിച്ചറിഞ്ഞ് CPM ഏറ്റെടുക്കാനും സാധ്യതയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വിജയസാധ്യത മാത്രം കണക്കിലെടുക്കാൻ CPM ത്രികോണ മത്സര ചൂടുള്ള മണ്ഡലങ്ങളിലെല്ലാം 2 ടേം പൂർത്തിയാക്കിയ സിറ്റിംഗ് MLAമാർക്കും വിജയസാധ്യത നോക്കി ഇളവ് നൽകുമെന്നാണ് റിപ്പോർട്ട്. തിരുവനന്തപുരം ജില്ലയിൽ സീറ്റ് കുറയുന്നില്ല എന്നുറപ്പിക്കാൻ മിക്ക സിറ്റിംഗ് MLAമാർക്കും മത്സരിക്കാൻ അവസരമൊരുക്കും. എന്നാൽ കണ്ണൂരിൽ പിണറായി വിജയൻ ഒഴികെ ബാക്കി ആർക്കും 2 ടേമിൽ ഇളവ് കിട്ടില്ല. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ട്. കഴക്കൂട്ടത്ത് കടമ്പള്ളി സുരേന്ദ്രനും വർക്കലയിൽ VS ജോയിയും, വാമനപുരത്ത് DK മുരളിയും, കാട്ടാക്കടയിൽ IB സതീഷും, പാറശാലയിൽ CK ഹരീന്ദ്രനും വീണ്ടും മത്സരിക്കും. ആറന്മുളയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഇളവ് നൽകുന്നതും പരിഗണനയിലുണ്ട്. വ്യക്തിപരമായ മികവിൽ MLA ആയവരുടെ പട്ടിക പാർട്ടി തയ്യാറാക്കും. ഇതിലുള്ള എല്ലാവർക്കും മത്സരിക്കാൻ അവസരമൊരുക്കും. കടുത്ത ത്രികോണ മത്സരത്തിൽ അടിയൊഴുക്കുകൾ ജയം നിശ്ചയിക്കും. ഈ സാഹചര്യത്തിലാണ് മണ്ഡലത്തിനുടനീളം സ്വാധീനമുള്ള MLAമാരെ തന്നെ വീണ്ടും അവതരിപ്പിക്കാനുള്ള നീക്കം. 2 ടേം പൂർത്തിയാക്കിയ ഇനിയും മത്സരിക്കേണ്ടവർ എന്നു കരുതുന്ന എല്ലാവർക്കും CPM മണ്ഡലത്തിൽ നിറഞ്ഞു പ്രവർത്തിക്കണമെന്ന സന്ദേശം നൽകിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഈ MLAമാരെ മുന്നിൽ നിർത്തിയാകും CPM പ്രചാരണം സജീവമാക്കുക. എന്നാൽ പാർട്ടി കോട്ടകളിൽ നിന്നുള്ള MLAമാർക്ക് 2 ടേം ഇളവ് നൽകില്ല. മുൻ മന്ത്രി KK ശൈലജ, സ്പീക്കർ AN ഷംസീർ എന്നിവർക്ക് വീണ്ടും മത്സരിക്കാൻ അവസരമുണ്ടാകില്ലെന്നാണ് സൂചന. ആലപ്പുഴയിലെ മണ്ഡലങ്ങളിലൊന്നിൽ VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതും പരിഗണനയിലുണ്ട്. VSനോട് പാർട്ടി അനീതി കാട്ടിയ എന്ന ചർച്ചകളെ അപ്രസക്തമാക്കാനും VS അനുകൂലികളെ ചേർത്ത് നിർത്താനും ഇത് ഉപകരിക്കുമെന്നാണ് CPMലെ ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തലെന്ന് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു. VSന്റെ ജനപ്രീതിയിൽ CPM വീണ്ടും വിശ്വാസമർപ്പിക്കാനാണ് ഇത്. അയർലൻഡിൽ വംശീയാക്രമണങ്ങൾ വർദ്ധിക്കുന്നതായി ഇന്ത്യൻ വംശജരുടെ പരാതി. ഇതുവരെ മുതിർന്നവർക്ക് നേരെയായിരുന്നു ആക്രമണമെങ്കിൽ ഇപ്പോൾ അത് കുട്ടികൾക്ക് നേരെയുമായി. വീടിനു പുറത്ത് കളിക്കാൻ പോയ 6 വയസ്സുകാരിയെ കൗമാരക്കാരുടെ ഒരു സംഘം മുഖത്തിടിക്കുകയും വൃത്തികെട്ട ഇന്ത്യക്കാരി ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോയെന്ന് അശ്ലീല വാക്കുകളുടെ അകമ്പടിയോടെ അധിക്ഷേപിക്കുകയും ചെയ്തു. മകളായ നിയ നവീനുണ്ടായ ഞെട്ടിക്കുന്ന അനുഭവത്തിൽ ആകെ തകർന്നിരിക്കുകയാണ് അമ്മയായ മലയാളി നഴ്സ് അനുപ അച്യുതൻ. വീടിനു പുറത്ത് കുട്ടി കളിക്കുമ്പോഴാണ് സംഭവമെന്ന് അനുപ ഐറിഷ് ടൈംസിനോട് പറഞ്ഞു. 8 വർഷമായി അയർലൻഡിൽ ജോലി ചെയ്യുന്ന അനുപ സ്വന്തം നാട് പോലെയാണ് ഇവിടെ കണക്കാക്കുന്നത്. അടുത്തിടെയാണ് ഐറിഷ് പൗരത്വം കിട്ടിയത്.
8 വയസ്സുള്ള പെൺകുട്ടിയും 12നും 14നും ഇടയിൽ പ്രായമുള്ള നിരവധി ആൺകുട്ടികളും ചേർന്നാണ് വംശീയാക്രമണം നടത്തിയത്. കുട്ടിയെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നോർത്താണ് അനുപയ്ക്ക് വിഷമം. എനിക്കവളെ ഓർത്ത് വല്ലാത്ത വിഷമം തോന്നുന്നു. എനിക്കവളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയതേയില്ല. അവളിവിടെ സുരക്ഷിതയാണെന്ന് ഞാൻ കരുതി. വാട്ടർഫോർഡ് നഗരത്തിൽ കിൽബോറിയിൽ തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ഇവിടെ സമീപകാലത്താണ് കുടുംബം താമസം തുടങ്ങിയത്. മകൾ നിയ കുട്ടികളോടൊപ്പം വീടിനു പുറത്ത് കളിക്കുന്നത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അനുപ. കുറച്ചു സമയത്തേക്ക് 10 മാസം പ്രായമുള്ള മകൻ നിഹാന് പാൽ കൊടുക്കാൻ വേണ്ടി വീട്ടിനുള്ളിലേക്ക് പോയി. സമയം 7:30 കാണും. അവൾ വീട്ടിനുള്ളിൽ കളിക്കുകയായിരുന്നു. പുറത്തുപോയി കളിക്കണമെന്നും സൈക്കിൾ ഓടിക്കണമെന്നും അവൾ പറഞ്ഞപ്പോൾ കുറച്ചു സമയത്തേക്ക് അത് അനുവദിച്ചു. എന്റെ ഭർത്താവ് KS നവീന് അന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഞാനും 10 മാസം പ്രായമുള്ള മകനും 6 വയസ്സുകാരി മകളും മാത്രമായിരുന്നു വീട്ടിൽ. അവൾ കുട്ടികൾക്കൊപ്പം കളിക്കാൻ പുറത്തുപോയി. വീടിന് മുന്നിൽ നിന്ന് ഞാൻ അവളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഒന്നിച്ചു കളിക്കുകയായിരുന്നതുകൊണ്ട് സുരക്ഷിതയാണെന്നറിയാമായിരുന്നു. ആ സമയത്ത് ഇളയ കുട്ടി വിശന്നിട്ട് കരയാൻ തുടങ്ങി. ഞാൻ നിയയോട് കുഞ്ഞിന് പാൽ കൊടുത്തിട്ട് ഉടനെ വരാമെന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് പോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ നിയ കരഞ്ഞുകൊണ്ട് വീട്ടിലെത്തി. സംസാരിക്കാൻ പോലും കഴിയാത്ത വിധം അവൾ പേടിച്ചു. എന്റെ മകളെ അതിനു മുമ്പ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അവളുടെ കൂട്ടുകാരോട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവർക്കും ഒന്നും സംസാരിക്കാനായില്ല. നിയയേക്കാൾ മുതിർന്ന ഒരാൺകുട്ടി സൈക്കിളിന്റെ വീലുകൊണ്ട് അവളുടെ സ്വകാര്യ ഭാഗത്ത് ഇടിച്ചെന്നും സംഘത്തിലെ 5 പേർ അവളുടെ മുഖത്തിടിക്കെന്നും കൂട്ടുകാരിൽ ഒരാൾ പറഞ്ഞു. ഫക്ക് യു എന്ന് പറഞ്ഞ ശേഷം വൃത്തികെട്ട ഇന്ത്യക്കാരി ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോയെന്ന് ആക്രോശിച്ചു. അവളുടെ കഴുത്തിൽ ഇടിച്ചെന്നും മുടി പിടിച്ച് തിരിച്ചെന്നും ഇന്നവൾ എന്നോട് പറഞ്ഞു. ജാനുവരിയിലാണ് പുതിയ വീട്ടിലേക്ക് മാറിയത്. പുതിയ വീട്, പുതിയ കൂട്ടുകാർ, കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലം. ഇതുവരെ വളരെ സന്തോഷമായിരുന്നു അവൾക്ക്. തിങ്കളാഴ്ചത്തെ സംഭവം എല്ലാം തകർത്തു കറഞ്ഞു അനുപ അച്യുതൻ പറഞ്ഞു. ഇപ്പോൾ വീടിന് മുന്നിൽ പോലും അവൾക്ക് സുരക്ഷിതമല്ല എന്ന് തോന്നുന്നു, മലയാളി നഴ്സ് പറഞ്ഞു. സംഭവത്തിന് ശേഷം ഞാൻ ആ ആൺകുട്ടികളുടെ സംഘത്തെ കണ്ടു. അവർ 12നും 14നും ഇടയിൽ പ്രായമുള്ളവരാണ്. എന്റെ മകളാണ് നിയ എന്ന് അവർക്കറിയാം. അവർ എന്നെ തുറിച്ചു നോക്കുകയും ചിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മകളെ ആക്രമിച്ച ആൺകുട്ടികൾക്ക് ശിക്ഷ കൊടുക്കണമെന്ന് അനുപ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ കുട്ടികളായ അവർക്ക് കൗൺസിലിംഗ് നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് കുട്ടികൾ അത് ചെയ്തത്. അത് അംഗീകരിക്കാനാവില്ല. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ അവരെ ബോധവൽക്കരിക്കണം. എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പഠിപ്പിക്കണം, അനുപ അച്യുതൻ പറഞ്ഞു. സമീപകാലത്ത് അയർലൻഡിൽ ഇന്ത്യക്കാർക്ക് നേരെ ആവർത്തിക്കുന്ന വംശീയാക്രമണങ്ങളിലും അനുപ ആശങ്ക പ്രകടിപ്പിച്ചു. ഡബ്ലിനിൽ സമീപകാലത്ത് 2 ഇന്ത്യക്കാർക്ക് നേരെ ആക്രമണമുണ്ടായിരുന്നു. ഇന്ത്യക്കാരനായ സംരംഭകൻ ഡോക്ടർ സന്തോഷ് യാദവിന് നേരെയാണ് ഏറ്റവും അടുത്ത് വംശീയാക്രമണം ഉണ്ടായത്. കൗമാരക്കാരായ 6 അംഗ സംഘം തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് ഡോക്ടർ സന്തോഷ് യാദവ് ലിങ്ക്ഡിനിൽ വെളിപ്പെടുത്തിയത്. അക്രമി സംഘം തന്റെ മുഖത്ത് നിന്നും കണ്ണട വലിച്ചെറിയുകയും ഇടിച്ച് കവിളല് പൊട്ടിക്കുകയും ചെയ്തുവെന്നും സന്തോഷ് യാദവ് കുറിച്ചു. സമീപകാലത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണെന്നും അക്രമികൾ സ്വൈരമായി വിഹരിക്കുകയാണെന്നും സന്തോഷ് പറഞ്ഞിരുന്നു. കാൺപൂർ സ്വദേശിയാണ് അക്രമത്തിനിരയായ സന്തോഷ് യാദവ്. ഡബ്ലിനിൽ സീനിയർ ഡേറ്റാ സയന്റിസ്റ്റായി ജോലി ചെയ്യുകയാണ് നിലവിൽ അദ്ദേഹം. ഡബ്ലിനിലെ തല്ലാട്ടിലാണ് അതിനു മുമ്പ് ആക്രമണമുണ്ടായത്. മർദ്ദിച്ചവശനാക്കി അർദ്ധനഗ്നനാക്കി യുവാവിനെ വഴിയിൽ തള്ളിക്കൊണ്ടായിരുന്നു അന്ന് കൗമാരക്കാരായ അക്രമികൾ കടന്നുപോയത്. ഇന്ത്യക്കാർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഡബ്ലിനിലെ ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുൻകരുതൽ സ്വീകരിക്കണമെന്നും ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലൂടെയുള്ള യാത്ര ഒഴിവാക്കണമെന്നും എംബസി മുന്നറിയിപ്പ് നൽകി.